അസ്സലാമു അലൈക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ആ ഒരു യുദ്ധത്തിൽ ധാർമ്മികത വിജയിച്ചു, നന്മ വിജയിച്ചു, പ്രകാശം തെളിഞ്ഞു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒട്ടനവധി യുദ്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ബദർ യുദ്ധം എന്നുള്ളത് വളരെയധികം അതിപ്രധാനമായ ഒരു യുദ്ധമാണ്. കാരണം ബദർ യുദ്ധത്തിലെങ്ങാനും മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആരും ഇന്ന് ഒരു മുസ്ലിമായി ഇപ്പോൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെയധികം മഹത്വമേറിയ, വളരെയധികം അതിനിർണായകമായ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തെക്കുറിച്ച്, ആ ബദർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് മുസ്ലിമായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്, ബാധ്യതയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല. നേരെ മറിച്ച് ആ ഇസ്ലാമിൻ്റെ മഹത്വവും അതിൻ്റെ മഹിമയും കണ്ടുകൊണ്ട് ലോകത്ത് വളർന്നു വന്ന മതമാണ് ദീനുൽ ഇസ്ലാം. ഈ ലോകത്തൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്നും, അതുപോലെ തന്നെ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ അത്തരത്തിൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ വളരെയധികം നിർണായകമായ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നടന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. കൊള്ളയും കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളുമായി നടന്നിരുന്ന ഒരു സമൂഹത്തിൽ അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കല്ലിനെയും ബിംബങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് അത് വെറും കല്ലുകളും കളിമണ്ണുകളും മാത്രമാണ് എന്നും, നിങ്ങളെയെല്ലാം സൃഷ്ടിച്ചത് ഏകദൈവമായ അള്ളാഹുവാണ് എന്ന് അവിടെയുള്ള ജനങ്ങളോട് ബോധിപ്പിച്ച് പറഞ്ഞുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയും അവിടെയുള്ള സ്വഹാബാക്കൾക്കെതിരെയും നബി തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒട്ടനവധി വ്യക്തികൾക്കുമൊക്കെ അന്നൊരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അന്നത്തെ മക്ക മുശ്രിക്കുകളിൽ നിന്നും നേരിടേണ്ടി വന്നു. ആ കൊടിയ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അറുതിയില്ലായിരുന്നു. ഒരുപാട് സഹിക്കേണ്ടി വന്നു. ആ കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും എല്ലാം ജനിച്ചു വീണ സ്വന്തം നാടായ മക്കയിൽ നിന്നും മദീനയിലേക്ക് വരെ പലായനം ചെയ്തു. എന്നാൽ അവിടെയും ശത്രുക്കൾ സമാധാനം കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മദീനയിലെത്തിയതിനു ശേഷം അവിടെയും ഇസ്ലാം അതിശക്തമായി വളർന്നുകൊണ്ടിരുന്നു. അത് വീണ്ടും ശത്രുക്കളെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബാക്കളെയും ആക്രമിക്കാൻ അവർ പദ്ധതിയിടുകയാണ്. തങ്ങളുടെ എല്ലാ സ്വത്തുവകകളും സമ്പാദ്യങ്ങളും മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്കെത്തിയ ആ നബിതങ്ങൾക്ക് നേരെയും സ്വഹാബാക്കൾക്ക് നേരെയും വീണ്ടും നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശത്രുക്കൾ പദ്ധതിയിടുമ്പോൾ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുദ്ധത്തിന് അനുമതി കൊടുക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ പേരായിരുന്നു ബദർ യുദ്ധം. ആ യുദ്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആരായിരുന്നു ബദരീങ്ങൾ എന്നതിനെക്കുറിച്ച്, തിന്മയും നന്മയും നേർക്കുനേർ പോരാടിയ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ശത്രുക്കളോട് തങ്ങളുടെ സൈന്യം കുറവായിരുന്നിട്ടും ഈമാൻ എന്ന് പറയുന്ന ഉറച്ച ആയുധം മുന്നിൽ വെച്ചുകൊണ്ട് പോരാടിയ ആ വീരശോതാക്കളുടെ പോരാട്ട വീരത്തിൻ്റെ ആ മനോഹരമായ ചരിത്രം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം. സത്യവും അസത്യവും നേർക്കുനേരെ പോരാടിയ യുദ്ധമായിരുന്നു അത്. അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 സ്വഹാബാക്കളെയാണ് ബദരീങ്ങൾ എന്ന് വിളിക്കുന്നത്. ബദർ യുദ്ധം നടന്ന റമളാൻ 17 ആ ബദരീങ്ങളെ ലോക മുസ്ലിമീങ്ങൾ അനുസ്മരിച്ചു വരാറുണ്ട്. ബദർ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ലോകത്തിൻ്റെ നായകൻ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ഇരു കൈകളും മേലോട്ടുയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ, ഇത് നിന്റെ സൈന്യമാണ്. ഇന്നിവർ പരാജയപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുവാൻ ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അതിനാൽ നീ ഞങ്ങളെ സഹായിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്നും ബദർ യുദ്ധം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദർ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ബദർ യുദ്ധം എന്ന് പേര് വരാനുള്ള കാരണം. ഹിജ്റ വർഷം 2 പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം 17 ബദർ യുദ്ധം നടക്കുന്നത്. പലിശയും വ്യഭിചാരവും മദ്യപാനവും ഒക്കെയായി തിന്മയിലേക്ക് നടന്നു നീങ്ങിയ ബഹുദൈവ വിശ്വാസികളായ മനുഷ്യർക്ക് സന്മാർഗത്തിൻ്റെ നേരായ പാത കാണിക്കുവാൻ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയും സ്വഹാബാക്കൾക്ക് നേരെയും ഒരുപാട് വലിയ ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായി.
അവസാനം അത് സഹിക്കാൻ കഴിയാതെ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നും മദീനയിലേക്ക് നബിതങ്ങളും സ്വഹാബാക്കളും പാലായനം ചെയ്തു. മദീന നിവാസികൾ നബിതങ്ങളെയും സ്വഹാബാക്കളെയും എല്ലാം ഇരു കൈനീട്ടി സ്വീകരിച്ചു. അവരെ സന്തോഷത്തോടുകൂടി വരവേറ്റു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂ സുഫിയാനും സംഘവും തങ്ങളുടെ കച്ചവടമെല്ലാം കഴിഞ്ഞ് വലിയൊരു ലാഭവിഹിതവുമായി മക്കയിലേക്ക് പുറപ്പെടുന്നു എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നത്. വലിയൊരു സമ്പാദ്യവുമായിട്ടാണ് അബൂ സുഫിയാനും സംഘവും മക്കയിലേക്ക് പുറപ്പെടുന്നത്. കച്ചവടത്തിലൂടെ ലഭിച്ച ഇത്രയും വലിയൊരു സമ്പാദ്യങ്ങൾ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ വലിയൊരു ആക്രമണത്തിനാണ് മക്ക മുശ്രിക്കുകൾ പദ്ധതിയിട്ടത്. ആ സമ്പാദ്യം വെച്ചുകൊണ്ട് സ്വന്തം വീടും നാടുമെല്ലാം വിട്ടുപോയി മദീനയിലേക്ക് പോയി താമസിച്ചിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെയും സ്വഹാബാക്കൾക്ക് നേരെയും വലിയൊരു യുദ്ധത്തിനുള്ള തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ടായിരുന്നു. മക്കയിൽ നിന്നും തങ്ങളെ ആട്ടിപ്പുറത്താക്കിയതിനു ശേഷം മക്ക മുശ്രിക്കുകൾ നേടുന്ന വലിയൊരു ലാഭവിഹിതമാണിതെന്നും ഈ സമയത്ത് അവരെ നേരിട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും അവർക്ക് നേരെയുള്ള കനത്ത തിരിച്ചടിയായിരിക്കും ഇതെന്നുള്ള കാര്യം പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് ഇവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അവരിൽ വലിയൊരു ആഘാതമുണ്ടാക്കുമെന്ന് നബി തങ്ങൾ മനസ്സിലാക്കി. അബൂ സുഫിയാന്റെ കച്ചവട സംഘം വലിയൊരു സംഘമായിരുന്നു. ഒട്ടകങ്ങളുമായി സഞ്ചരിക്കുന്ന വലിയൊരു കച്ചവട സംഘത്തിന്റെ നേതാവ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്ന അബൂ സുഫിയാനായിരുന്നു. എന്നാൽ അവരെ ആക്രമിച്ച് വലിയൊരു യുദ്ധം ചെയ്യുക എന്നുള്ളതായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ദേശം. നേരെ മറിച്ച് തങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച ആ മക്ക മുശ്രിക്കുകൾക്ക് ഒരു നഷ്ടം വരുത്തിവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നബി തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മുഹമ്മദ് നബി തങ്ങളും സ്വഹാബാക്കളും തങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ മക്കയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അബൂലഹബ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് പുറപ്പെടുന്നു. മുസ്ലിമീങ്ങളെ കാണാതെ വളരെയധികം ശ്രദ്ധയോടുകൂടി അബൂ സുഫിയാൻ തന്റെ സൈന്യത്തെ മുന്നോട്ട് നയിക്കുകയാണ്. നബിതങ്ങളും സ്വഹാബാക്കളും വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച അബൂ സുഫിയാനും കൂട്ടരും മക്കയിലേക്ക് രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മക്കയിൽ നിന്ന് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന മക്ക മുശ്രിക്കുകളോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അബൂജഹൽ അതിന് സമ്മതിച്ചില്ല. ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ 3 ദിവസം വലിയ വിജയാഘോഷങ്ങളൊക്കെ ആഘോഷിച്ചിട്ട് തിരിച്ചും മടങ്ങിയാൽ മതിയെന്നായിരുന്നു അബൂജഹലിന്റെ വാദം. അങ്ങനെ ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയും ബദറിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ സംഘം ബദറിലേക്ക് പുറപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയാണ്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഒരു യുദ്ധമാണ് വേണ്ടത് എങ്കിൽ അതിന് ഞങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് അവിടെയുള്ളവർ ഒന്നടങ്കം പ്രഖ്യാപിച്ചു. മുഹാജിറുകളും അൻസ്വാറുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരായ ഞങ്ങളുടെ നേതാവായ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഞങ്ങൾ സജ്ജരാണ് എന്നുള്ള മറുപടിയായിരുന്നു അവരിൽ നിന്നും ഉണ്ടായത്. അൻസാറുകളുടെ നേതാവായ സഅദ് മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ മനോഹരമായ ഒരു വാക്ക് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പ്രവാചകരെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ചെയ്യുക, പോകാൻ ഉദ്ദേശിക്കുന്നിടത്ത് പോവുക. നിശ്ചയം ഞങ്ങൾ അൻസാറുകൾ അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങ് ഞങ്ങളോട് ഒരു നദിയിൽ ചാടാൻ പറഞ്ഞാലും ഒരു തെല്ല് ഭയം പോലും കൂടാതെ ഞങ്ങൾ അതിന് തയ്യാറാവുന്നതാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രവാചകരെ, പണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ അനുയായികൾ പറഞ്ഞതുപോലെ നീയും നിന്റെ ദൈവവും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ വിശ്രമിക്കാമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. അനുചരന്മാരുടെ ആ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ മക്ക മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി. പക്ഷേ തങ്ങളുടെ സൈന്യത്തേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള സൈന്യം, തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളെക്കാൾ വലിയ ആയുധങ്ങളും ഒട്ടകങ്ങളും എല്ലാമുള്ള ആ വലിയ സൈന്യത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനായി തയ്യാറാകുന്നത്. 100 കുതിരപ്പടയാളികളും 600 അങ്കികളും ഒട്ടനവധി ഒട്ടകങ്ങളും മക്ക മുശ്രിക്കുകളുടെ ആ വലിയ സംഘത്തിലുണ്ടായിരുന്നു. ആ സംഘത്തെ നയിച്ചതാകട്ടെ അബൂജഹലായിരുന്നു. എന്നാൽ മുസ്ലിമീങ്ങളുടെ സൈന്യമാകട്ടെ വളരെയധികം കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ, 313 പേർ മാത്രം. ഒട്ടിയ വയറുമായി വലിയ തയ്യാറെടുപ്പുകളോ യുദ്ധസന്നാഹങ്ങളോ ഒന്നുമില്ലാതെ വെറും 313 പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. കുറച്ച് കുതിരകളും ഒട്ടകങ്ങളും മാത്രമായിരുന്നു മുസ്ലിമീങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പരിശുദ്ധമായ റമദാൻ മാസം 17-ന് മുസ്ലിമീങ്ങളും മക്ക മുശ്രിക്കുകളും തമ്മിൽ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. യുദ്ധത്തിന് തൊട്ടു മുമ്പ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഇരുകൈകളും മേലോട്ടുയർത്തി
പടച്ച റബ്ബായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നാഥ, ഇത് നിന്റെ സൈന്യമാണ്. എന്നിവർ പരാജയപ്പെട്ടാൽ ഇനിമേലിൽ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കുവാൻ ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല. അതിനാൽ ഞങ്ങളെ നീ സഹായിക്കണമേ. അത്തരത്തിൽ പൊട്ടിക്കരഞ്ഞ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധത്തിലേക്ക് ഇറങ്ങി. തുടക്കത്തിൽ അതൊരു ദ്വന്ദ്വ യുദ്ധമായിരുന്നു. പിന്നീട് അതങ്ങോട്ട് വലിയൊരു യുദ്ധമായി മാറി. സത്യവും അസത്യവും തമ്മിലുള്ള അതിഘോരമായ ഒരു യുദ്ധത്തിനാണ് അന്ന് ബദർ സാക്ഷ്യം വഹിച്ചത്. പടച്ച റബ്ബായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ട് വിശ്വാസികൾ യുദ്ധം ചെയ്തു. തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ മക്ക മുശ്രിക്കുകൾ അവസാനം പിന്തിരിഞ്ഞോടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടായിരുന്നു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയിരുന്നു. ഒട്ടിയ വയറും ഈമാൻ എന്ന ആ ഒരു ആയുധവുമായി പോരാടിയ ആ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി അവരെ സഹായിക്കുകയായിരുന്നു. ആ യുദ്ധത്തിൽ 14 മുസ്ലിമീങ്ങൾ ഷഹീദായി മാറി. മക്ക മുശ്രിക്കുകളുടെ ഒരുപാട് നേതാക്കന്മാർ അന്ന് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കൈയാൽ വധിക്കപ്പെട്ടു. അങ്ങനെ മക്ക മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടിയതോടുകൂടി മുസ്ലിമീങ്ങൾ വലിയ വിജയം കൈവരിക്കുകയാണ്. നബിതങ്ങൾ വിജയം പ്രഖ്യാപിച്ചു. അസത്യത്തിനുമേൽ സത്യം വിജയിച്ചപ്പോൾ എല്ലാവരും പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞു. ശത്രുപക്ഷത്തിൽ നിന്ന് 70ഓളം ആളുകളെ വധിക്കുകയും 70ഓളം ആളുകളെ മുസ്ലിമീങ്ങൾ ബന്ദികളാക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് 6 മുഹാജിറുകളും 8 അൻസ്വാറുകളും അടങ്ങുന്ന 14 മുസ്ലിമീങ്ങൾ ഷഹീദായി മാറി. വധിക്കപ്പെട്ട മുശ്രിക്കുകളെ ബദറിലെ ഒരു കിണറ്റിൽ മറമാടി. ബന്ദികളാക്കിയവരെ പ്രവാചക അനുയായികൾക്കിടയിൽ വിഹിതം വെച്ചു. ആ യുദ്ധം കഴിഞ്ഞ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും വിജയശ്രീലാളിതരായിക്കൊണ്ട് മദീനയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ആ മുസ്ലിമീങ്ങളുടെ വിജയം ഇസ്ലാമിന്റെ ശത്രുക്കളെ വല്ലാതെ ഭയപ്പെടുത്തി. തങ്ങളുടെ നേതാക്കന്മാരുടെ തോൽവി കണ്ട് മക്കയിൽ കൂട്ടക്കരച്ചിൽ ഉയരുകയാണ്. തങ്ങളുടെ നേതാക്കന്മാരുടെ മരണം മക്ക മുശ്രിക്കുകൾക്ക് വലിയ തിരിച്ചടിയായി മാറി. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളെ പിന്നീട് മോചനദ്രവ്യം വാങ്ങി വെറുതെ വിട്ടു. മോചനദ്രവ്യം നൽകാൻ കഴിവില്ലാത്തവരെ അന്നത്തെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കണമെന്ന നിബന്ധനയോടുകൂടിയാണ് വിട്ടയച്ചത്. ഇതായിരുന്നു ബദർ യുദ്ധ ചരിത്രം. ഇവിടെ ഈ ഒരു ചരിത്രം വലിച്ചു നീട്ടാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. നോക്കൂ, ഈ ഒരു ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ എങ്ങാനും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്ത് നമ്മളാരും ഒരു മുസ്ലിമായി ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെയധികം മഹത്വമാക്കപ്പെട്ട ഈ ചരിത്രം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ഭൂമിലോകത്തെ സുഖസൗകര്യങ്ങൾ മറന്നുകൊണ്ട് അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി തങ്ങളുടെ ജീവിതം അർപ്പിച്ച് ഉറച്ച ഈമാനോടുകൂടി പടക്കളത്തിലേക്ക് ചീറ്റപ്പുലികളെപ്പോലെ ചാടിയിറങ്ങി യുദ്ധം ചെയ്ത ബദർ യുദ്ധം പടച്ച റബ്ബായ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം നടന്ന ഒരു യുദ്ധമാണ്. മല്ലന്മാരായ 1000ഓളം വരുന്ന മുശ്രിക്കുകളോട് ഒട്ടിയ വയറുമായി 313 ധീരന്മാർ തങ്ങളുടെ ഈമാനാകുന്ന ആയുധവുമായി ചെയ്ത യുദ്ധം 1000ഓളം വരുന്ന മുശ്രിക്കുകളോട് ഏറ്റുമുട്ടിയത് വെറും 313 മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു. തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പടയാളികളെയും ആയുധങ്ങളെയും സർവ്വസന്നാഹങ്ങളെയും കണ്ടുകൊണ്ട് ഒരിക്കലും ബദരീങ്ങൾ ഭയപ്പെട്ടിരുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ഈമാനായിരുന്നു. ആ ഉറച്ച ഈമാനിനേക്കാൾ വലിയ ആയുധം അവർക്ക് മറ്റെന്ത് വേണം? ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും മുസ്ലിമീങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബദർ യുദ്ധം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് മുസ്ലിം ലോകത്തിന് നടക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും അതെല്ലാം പടച്ച റബ്ബായ അള്ളാഹു കാണുന്നില്ല എന്ന് നമ്മൾ ആരും ഒരിക്കൽ പോലും ചിന്തിച്ചു പോകരുത്. എല്ലാം പടച്ച റബ്ബായ അള്ളാഹു കാണുന്നുണ്ട്. അന്ന് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് മലക്കുകളെ ഇറക്കി അള്ളാഹു സഹായിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും സഹായിക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടത് പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച ആ ആയുധവും അത് തന്നെയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. ധിക്കാരികളായ മനുഷ്യരെ തച്ചു തകർക്കാൻ കെൽപ്പുള്ള വലിയ ഒരു ആയുധം, അതാണ് ദുആ, അതായത് പ്രാർത്ഥന. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. നാളെ സ്വർഗത്തിൽ ആ ബദരീങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.